റൈറ്റ്. അങ്ങനെ വിനീതയുടെ 7ാമത്തെ സ്റ്റേജിലെ 3 റൗണ്ട്സും അവസാനിച്ചു. ഇതുവരെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു വിനീത? 7th സ്റ്റേജ് വരെ എത്തി നിൽക്കുമ്പോൾ ഭയങ്കര അഭിമാനവും സന്തോഷവും തോന്നുന്നുണ്ട്. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നല്ല, അപ്പം ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും വി ആർ ഹാപ്പി ടു ഹാവ് യു ആസ് വൺ ഓഫ് ദ 17 contestants. ഇനി ജഡ്ജസിൻ്റെ അടുത്ത് നമുക്ക് ഈ ലാസ്റ്റ് റൗണ്ടിലെ പെർഫോമൻസിനെ കുറിച്ച് ചോദിക്കാം. ജഡ്ജസ്. വിനീത, താങ്ക് യു വെരി മച്ച്. അസലായിട്ട് പാടി. കാരണം ഇങ്ങനെയൊക്കെ കേൾക്കുന്നതാണ് ഞങ്ങളുടെ ഒരു സന്തോഷം. കാരണം നിങ്ങൾ നന്നായിട്ട് പാടുമ്പോൾ നല്ലത് എന്ന് പറയുക, മോശമായിട്ട് പാടുമ്പോൾ മോശമായി എന്ന് പറയുക. എന്തായാലും അസൽ റെൻഡറിങ്, നല്ല ഫീല്, വെരി ഗുഡ് വോയിസ്. ഇന്ന് ചില പാട്ടുകളൊക്കെ നമ്മൾ എടുക്കുമ്പോഴേ, നമ്മളിപ്പം സാധാരണ ഒരു പാട്ടുകാരൻ എന്നുള്ള രീതിയിൽ ഞാനൊരു ലിറിക്ക് ആദ്യം എടുത്തു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കിട്ടുമ്പോൾ, ഇതിപ്പോൾ രണ്ടാമത് നിങ്ങൾ കേട്ടുപിടിക്കുന്നൊരു പാട്ടാണ്. ഇത് ജാനകിയമ്മ പാടിയല്ലേ അല്ലേ? ഇപ്പം അത് ആദ്യമായിട്ട് നമുക്കിപ്പം നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചർ നിങ്ങളൊരു പ്ലേബാക്ക് സിംഗർ ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു പാട്ട് പാടാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരു ലിറിക്ക് കിട്ടുമ്പം ആദ്യം നമ്മൾ നോക്കും. ആദ്യം എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നു, ഞാൻ എന്നിട്ട് മാർക്ക് ചെയ്യും അതിനകത്ത്. കാരണം ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ട് റെഡിങ് ഇട്ടിട്ട് മാർക്ക് ചെയ്യും. കാര്യം എന്തിനാണെന്നറിയോ? അവിടെ എക്സ്പ്രഷൻസ് പാടിക്കൊണ്ടിരിക്കും. പണ്ട് പാടിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്കാണ്. 7 to 1 ഒരു കോൾ ഷീറ്റാണ്. ആ കോൾ ഷീറ്റിൽ നമ്മൾ ഒറ്റയടിക്ക് പാടണം. പിന്നെ ഇപ്പോഴൊക്കെ ആണെന്നെങ്കിൽ പഞ്ച് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. എന്നാലും അന്ന് പാടിക്കൊണ്ടിരുന്ന ടോട്ടാലിറ്റി, ദാറ്റ് ഫീൽ ഇപ്പം വർക്കൗട്ട് ചെയ്യുന്നില്ല, കാണുന്നില്ല. എന്ന കാലം മാറി. വെരി ഗുഡ്, കീപ് ഇറ്റ്. താങ്ക് യു ശ്വേത. ശരത് സർ. ബിനിത നന്നായിരുന്നു. ബിനിത നൈസ്. ബിനിതയ്ക്ക് ഇതിനകത്ത് മിസ്റ്റേക്ക് ഒന്നും കണ്ടുപിടിക്കാനൊന്നും ഇല്ല കേട്ടോ. ഫസ്റ്റ് പലവിയിലെ തന്ത്രികളില്ലേ, 2 തന്ത്രികളും ബിനിതയ്ക്ക് ശരിക്കും പാടാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ബിനിതയ്ക്ക് അത് പറ്റത്തില്ലെന്ന്. പക്ഷെ ലാസ്റ്റ് പല്ലവിയിൽ സൂപ്പറായിട്ട് പാടി. ഫാന്റാസ്റ്റിക് ആയിരുന്നു.